ഹലോ ഫ്രണ്ട്സ്, അപ്പൊ നിങ്ങൾ തമ്പനയിൽ കണ്ട പോലെ തന്നെ എന്താണ് കമ്പനി LGSനുള്ള ഒരു പ്രത്യേകത? എന്തുകൊണ്ട് കമ്പനി LGS? കേരളത്തില് ഏറ്റവും കൂടുതൽ നിയമനം നടക്കുന്ന ഒരു LGS പരീക്ഷ, അതും ഡിഗ്രിക്കാർക്ക് എഴുതാൻ പറ്റുന്ന LGS ഉണ്ടെങ്കിൽ അത് ഏത് മാത്രമാണ്? കമ്പനി കോർപ്പറേഷൻ LGS മാത്രമാണ്. ഇതിന്റെ ഒരു പ്രാധാന്യം എത്രത്തോളം എന്നുള്ളത് പലർക്കും അറിയാത്തത് കൊണ്ട് ഇതുമൊരു വല്ലാണ്ട് മെനക്കെടാറില്ല. പക്ഷെ നിങ്ങൾ ഈ കമ്പനി LGSന്റെ റാങ്ക് ലിസ്റ്റുകളുടെ മൊത്തം ഇതുവരെയുള്ള എപ്പോൾ നടന്നത് നോക്കിയാലും നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇതിൽ ആദ്യം 2014 5000 പേരുടെ റാങ്ക് ലിസ്റ്റ് ഇട്ടിട്ട് 5000 പേരുടെ ലിസ്റ്റിലും നിയമനം കൊടുത്തു. സപ്ലി നടക്കം എന്ത് ചെയ്തു? നിയമനം നടത്തി. അത് കഴിഞ്ഞിട്ട് 2017 ആവുമ്പോൾ എന്ത് ചെയ്തു? വീണ്ടും വലിയ ലിസ്റ്റിൽ തന്നെ ഇട്ടിട്ട്, ഇത് സ്റ്റേറ്റ് വൈഡ് ആണ്, അതും കൂടെ ഓർക്കണം. സ്റ്റേറ്റ് വൈഡിൽ ഒരു 5000, 3000, 4000 ഒക്കെ ലിസ്റ്റ് ഇട്ടാലും ഫുള്ളായിട്ട് ആൾക്കാർക്ക് എന്ത് ചെയ്യാറുണ്ട്? നിയമനം കൊടുക്കാറുണ്ട്. ഇത്രയും നിയമനം നിങ്ങൾ വേറെ ഏതെങ്കിലും കണ്ടിരുന്നോ? ഒരു LDയിൽ പെട്ട് കഴിഞ്ഞാൽ നമ്മളൊരു 300-നുള്ളിൽ പെട്ടാൽ തന്നെ ആദ്യത്തെ 1 വർഷത്തിനുള്ളിലോ 1.5 വർഷത്തിനുള്ളിലോ നമുക്ക് എന്ത് ചെയ്യാറില്ല? നിയമനം കിട്ടാറില്ല. അത്രയും ടൈറ്റാണ് ആ പരീക്ഷകളിൽ നിയമനം കിട്ടാൻ. പക്ഷെ ഇവിടെ ഞാൻ 2024 എക്സാമ്പിൾ തന്നെ ഞാൻ പറഞ്ഞുതരാം. 2024 അവസാനം എന്ത് ചെയ്യുന്നത്? ഇതിന്റെ റാങ്ക് ലിസ്റ്റ് വന്നത്. ആ 2024 ജനുവരി മാസത്തിലാണ് എന്ത് ചെയ്യുന്നത്? നിങ്ങൾ നോക്കി 12/1/2024 12/1/2024 റാങ്ക് ലിസ്റ്റ് വന്നത്. അപ്പൊ ഇനി എപ്പോ തീരും? 2027 ജനുവരി 11 ലിസ്റ്റ് തീരും. അപ്പൊ 2027 ജനുവരിയിൽ ലിസ്റ്റ് തീരാണെങ്കിൽ 26 എക്സാം നടക്കണ്ടേ? അപ്പോൾ 26 എക്സാം നടക്കണമെങ്കിൽ 25 ഡിസംബറിൽ നോട്ടിഫിക്കേഷൻ വരാൻ പോവാ. അപ്പൊ ഈ 2-3 മാസം കഴിയുമ്പോഴത്തേക്ക് എന്ത് ചെയ്യും? കമ്പനി LGSന്റെ നോട്ടിഫിക്കേഷൻ വരും. ഡിസംബറിൽ നോട്ടിഫിക്കേഷൻ വന്നാൽ നിങ്ങൾക്ക് ഒരു 6 മാസത്തെ ഗ്യാപ്പ് കിട്ടിയിട്ട് കഴിഞ്ഞ വർഷം വേരിയസ് LGS നടന്ന പോലത്തെ ഒരൊറ്റ ഘട്ടമായിട്ട് നടക്കാനാണ് സാധ്യത. 80 മാർക്ക്, അതിൽ 20 മാർക്ക് കറന്റ് അഫയേഴ്സ് ഉൾപ്പെടെ GKയും 20 മാർക്ക് മാത്സ് ആൻഡ് മെന്റൽ എബിലിറ്റിയും. അതായത് 80-20 എന്ന നമ്മുടെ LGSന്റെ പാറ്റേൺ. 20 മാർക്ക് മാത്സ് ആൻഡ് മെന്റൽ എബിലിറ്റി, 80 മാർക്ക് GK, അതിൽ 20 മാർക്ക് കറന്റ് അഫയേഴ്സ് ഉൾപ്പെടെയാണ് എന്ത് ചെയ്യുന്നത്? LGSന്റെ അതേ പാറ്റേണിൽ പരീക്ഷ നടക്കും. അങ്ങനെ ഒരു 6 മാസം നിങ്ങൾക്ക് പഠിക്കാൻ കിട്ടിയിട്ട് ഈ റാങ്ക് ലിസ്റ്റിൽ കഴിഞ്ഞ വർഷം എത്ര പേര് പെട്ടു എന്നറിയണ്ടേ? അതാണ് ഞാൻ അടുത്ത് കാണിക്കുന്നത്. നിങ്ങൾ നോക്കി 3712 പേര്. 3712 പേരാണ് 2024 ഈ റാങ്ക് ലിസ്റ്റിൽ ഉണ്ടായിരുന്നത്. ഇപ്പൊ എത്ര ആയിട്ടുള്ളൂ? 2025 ജനുവരിയിലേക്ക് 1 വർഷം, പിന്നെ ഇപ്പോ ഓഗസ്റ്റ് മാസം കഴിഞ്ഞ് സെപ്റ്റംബറിലേക്ക് ആവുന്നു 8 മാസവും. 1 വർഷവും പിന്നെ 8 മാസവും ആയപ്പോഴത്തേക്ക് ഇതിൽ നിന്ന് എത്ര അഡ്വൈസ് പോയി? അതാണ് ഞാൻ അടുത്ത് പറയുന്നത്. നിങ്ങൾ നോക്കി 3712 പേരിൽ 2338 പേർക്ക് ആൾറെഡി അഡ്വൈസ് പോയി. എത്ര മാസം കൊണ്ട്? ഈ 1 വർഷവും 8 മാസം കൊണ്ട്. എന്ന് പറഞ്ഞാൽ റാങ്ക് ലിസ്റ്റിലെ 62% പേർക്കും ആൾറെഡി അഡ്വൈസ് പോയി. ഇനി ഒരു 38% പേർക്ക് മാത്രമേ ഇനി അതിൽ ആൾക്കാരുള്ളൂ. അതിന് 1 വർഷവും 4 മാസവും ഇനി റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി ബാക്കിയുണ്ട്. അപ്പൊ ഇത്തരത്തിൽ നിയമനം നടക്കുന്ന വേറെ ഏതെങ്കിലും പരീക്ഷ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അപ്പൊ ഇവിടെയാണ് ഡിഗ്രിക്കാരുൾപ്പെടെയുള്ള എല്ലാ യോഗ്യതക്കാർക്കും മാറ്റുരയ്ക്കാൻ പറ്റുന്ന ഒരേ ഒരു ലാസ്റ്റ് ഗ്രേഡ് പരീക്ഷയാണ് 80-20. ബാക്കി നിങ്ങൾക്ക് ഇംഗ്ലീഷ് ഇല്ല, മലയാളം ഇല്ല, മാത്സ് ആൻഡ് മെന്റൽ എബിലിറ്റിയും ഈ 80 മാർക്ക് GKയും അതിൽ 20 മാർക്ക് കറന്റ് അഫയേഴ്സും. നിങ്ങൾ 2021 മുതലുള്ള 10th ലെവല്, 7th ലെവല്, 12th ലെവല് ഒക്കെ ഉൾപ്പെടെ 5ാം ക്ലാസ് മുതൽ 12ാം ക്ലാസ് വരെയുള്ള പഴയ SCERTയും പുതിയ SCERTയും ചേർത്ത്, പ്രത്യേകിച്ച് നിങ്ങൾ ഇതിന്റെയൊക്കെ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിക്കഴിഞ്ഞാൽ സോഷ്യലും സയൻസും ഇഷ്ടം പോലെ ചോദ്യങ്ങൾ SCERTയിൽ നിന്ന് കോപ്പി പേസ്റ്റ് നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പൊ അതുകൊണ്ട് ഈ പരീക്ഷ അടിക്കണമെന്നുണ്ടെങ്കിൽ ആ പരീക്ഷ എന്താണെന്ന് അറിഞ്ഞ് നിലവിലുള്ള PSCയുടെ പൾസും അറിഞ്ഞിട്ട് അങ്ങോട്ട് ഒരുങ്ങി കഴിഞ്ഞാൽ നിങ്ങളൊരു 3000-നുള്ളിൽ വന്നാലും നിയമനം ഉറപ്പാണ്. അത്രക്ക് പ്രാധാന്യമുള്ള ഒരു പരീക്ഷയാണെന്ത്? കമ്പനി കോർപ്പറേഷൻ ലാസ്റ്റ് ഗ്രേഡ് എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങളെ നോക്ക്, 2338 നിയമനം പോയതിൽ ചിലവർ പറയും ഞാൻ ജനറലാണ്, എനിക്ക് ചാൻസ് കുറവാ. അപ്പൊ നിങ്ങൾ നോക്ക് ഓപ്പൺ കോട്ടയിൽ എത്ര നിയമനം പോയി എന്നുള്ളതാണ് ഞാൻ കാണിക്കുന്നത്. 1887 മെയിലിനും ഫീമെയിൽ ആണെങ്കിൽ. അതെന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ കമ്പനി കോർപ്പറേഷൻ ലാസ്റ്റ് ഗ്രേഡിൽ ചില തസ്തികകള്
പെൺകുട്ടികൾക്ക് പറ്റില്ല. അപ്പൊ നൈറ്റ് വാച്ച്മാൻ ആയിട്ടൊക്കെ നിൽക്കുന്ന ഒക്കെ പോസ്റ്റുകളൊക്കെ ഉണ്ട്. അപ്പൊ അവിടെയൊന്നും ലേഡീസിന് അത് പറ്റില്ല. അപ്പൊ ആ പോസ്റ്റൊക്കെ ആർക്കായിരിക്കും? ആൺകുട്ടികൾക്കായിരിക്കും. ചില പോസ്റ്റുകൾ ആർക്കും? പെൺകുട്ടികൾക്ക്. അപ്പോ ഇങ്ങനെ 1887 വരെ ഏതെന്നെ പോയിട്ടുണ്ട്? ഓസി തന്നെ പോയിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ഏകദേശം 2338 അഡ്വൈസ് ഈ ഇത്രയും ഒരു വർഷവും 8 മാസം ആയപ്പോഴത്തേക്കന്നെ പോയിട്ടുണ്ടെങ്കിൽ ഇത്രത്തോളം നിയമനം നടക്കുന്ന ഒരു VFIയിൽ നിങ്ങൾ ആദ്യത്തെ ഒരു 30-നുള്ളിൽ കയറിയാൽ എന്ത് ചെയ്യുള്ളൂ? നിങ്ങൾക്ക് നിയമനം ആദ്യ വർഷങ്ങളിൽ തന്നെ ഉറപ്പിക്കാൻ പറ്റുള്ളൂ. ഒരു LDC ആണെങ്കിൽ ആദ്യത്തെ 200-നുള്ളിൽ കയറി കഴിഞ്ഞാലേ ആദ്യത്തെ 2 വർഷത്തിനുള്ളിൽ നിയമനം ഉറപ്പിക്കാൻ പറ്റുള്ളൂ. വേറെ ഏത് പരീക്ഷ എടുത്തു കഴിഞ്ഞാലും ഇങ്ങനെ ഒരു നിയമനത്തിന്റെ ചാകര നിങ്ങൾക്ക് കാണാൻ പറ്റൂല. അതുകൊണ്ട് അരയും തലയും മുറുക്കിയോ ഒരുങ്ങിക്കോ. SCRTയും ഈ ക്വസ്റ്റ്യൻ പേപ്പറും കൂടെ ചേർത്ത് ഇപ്പോഴേ പഠിച്ചങ്ങ് തുടങ്ങിക്കഴിഞ്ഞാൽ കറക്റ്റ് നിങ്ങൾക്ക് ഏതിൽ കയറാം? ഈ പറയുന്ന കമ്പനി LGSന്റെ അടുത്ത വർഷത്തെ റാങ്ക് ലിസ്റ്റിൽ. കാരണം ഇപ്രാവശ്യം 3700 എന്നുള്ളത് കുറഞ്ഞു പോയോന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇത്രയും പെട്ടെന്ന് ഇത്രയും നിയമനം തീർന്നില്ലേ? അപ്പൊ അടുത്ത വർഷമൊക്കെ എന്തായാലും എന്ത് ചെയ്യും? ഒരു 3000-4000 പേരുടെ റാങ്ക് ലിസ്റ്റ് ഇടും. സ്റ്റേറ്റ് വൈഡ് ആണ്, അതും കൂടെ ഓർക്കണം. സ്റ്റേറ്റ് വൈഡ് ഒരു 4000 പേരുടെ ലിസ്റ്റ് ഇട്ട് 4000 പേർക്കും നിയമനം കൊടുക്കുന്ന ഒരു പരീക്ഷയാണ് വരാൻ പോണത്. എന്നെ സംബന്ധിച്ചിടത്തോളം കമ്പനി കോർപ്പറേഷൻ LGS എന്നൊക്കെ പറയുന്നത് ഞാനൊക്കെ PSCക്ക് ഇറങ്ങുന്ന കാലത്ത് തുടങ്ങുമ്പോൾ ഒരു പൂരത്തിനോ ഉത്സവത്തിനൊക്കെ പോണ പ്രതീതിയാണ് കമ്പനി LGS എന്ന് പറയുന്നത്. കാരണം അന്ന് ഇതിന്റെ കട്ട് ഓഫ് 96, 94, 92 ഒക്കെയാണ് കട്ട് ഓഫ്. അപ്പൊ എന്തുകൊണ്ടാന്ന് വെച്ചാല് അതിനുള്ള ചോദ്യങ്ങൾ ഇപ്പോഴത്തെ മുഖ്യമന്ത്രി ആര്, കേരളത്തിലെ ഏറ്റവും വലിയ നദി ഏത്, ഏറ്റവും മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ചെറിയ അവയവം ഏത്, ഇങ്ങനെയുള്ള കുഞ്ഞു കുഞ്ഞു ചോദ്യങ്ങളാണ്. അതായത് ഒരു വിറ്റഴിക്കൽ കടയിൽ കയറി ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് ഏതൊക്കെ എടുക്കണ്ടേന്ന് തന്നെ അറിയില്ല. അങ്ങനത്തെ ഒരു പ്രതീതിയാണ് കമ്പനി LGSന്റെ പരീക്ഷയ്ക്ക് പോയി കഴിഞ്ഞാൽ. എല്ലാം അറിയുന്നത് ഏതൊക്കെ കർപ്പിക്കണ്ടെന്ന് അറിയില്ല. ആ വെപ്രാളത്തിൽ ഒരു 4 തെറ്റിയാൽ തന്നെ എന്ത് ചെയ്യും? നമ്മള് ഏകദേശം ലിസ്റ്റ് പോണ അത്രയും സൂക്ഷ്മതയോടുകൂടെ കയറി കർപ്പിക്കണം. എന്നിട്ടും ഞാൻ അന്ന് ഈ തുടക്കത്തിലുള്ള ഒരു പരീക്ഷയിൽ പോയി എഴുതിയിട്ട് 92.67 ആയിരുന്നു അന്നത്തെ കട്ട് ഓഫ്. എന്നിട്ട് ഞാൻ സപ്ലിയിലാണ് പെട്ടത്. ആ സപ്ലിയിൽ പെട്ടിട്ടും എനിക്ക് എന്ത് വന്നു? വാച്ച്മാനായിട്ട് നിയമന ഉത്തരവ് വന്നു. അപ്പൊ അന്ന് ഭയങ്കര ഒരു സന്തോഷമുള്ള ഒരു ഓർമ്മയാണ്. അന്നത്തെ കാലത്ത് തുടങ്ങുമ്പോൾ ഈ വന്നത്. നിങ്ങൾ ഇങ്ങനെ ഒരു ഹാൾ ടിക്കറ്റ് ഒന്നും ചിലപ്പോൾ കണ്ടിട്ട് തന്നെ ഉണ്ടാവില്ല. കാരണം PSC ആദ്യ കാലത്ത് നമ്മളെ പേരിൽ വീട്ടിലേക്ക് പോസ്റ്റൽ അയക്കുന്ന ഹാൾ ടിക്കറ്റ് ആയിരുന്നു. അപ്പൊ ഞാൻ അതൊക്കെ ജസ്റ്റ് ചെയ്താണ് അന്ന് എടുത്തു വെച്ചതാണ്. ആ ലാസ്റ്റ് ഗ്രേഡ് സർവൻസ് ഗവൺമെന്റ് ഓൺഡ് കമ്പനി കോർപ്പറേഷൻ അതിന്റെ ഹാൾ ടിക്കറ്റ് ആണ്. അത് കഴിഞ്ഞിട്ട് അതിന്റെ സപ്ലിമെന്ററി ലിസ്റ്റിൽ വന്നിട്ടും ഞാനത് ജോയിൻ ചെയ്തില്ല. പക്ഷെ എന്നാലും നമുക്ക് ആ പഠിച്ച് പിന്നീട് നല്ല ലിസ്റ്റുകളെ കാത്തിരിക്കുമ്പോൾ ഒരു ലിസ്റ്റിൽ പെട്ട് നിയമന ഉത്തരവൊക്കെ വരുന്നത് നമുക്ക് വളരെ സന്തോഷം തന്നെയാണ്. കാരണം നമ്മളും എല്ലാവരും പഠിക്കുമ്പോൾ ചില ലിസ്റ്റുകൾ നമ്മൾ പെട്ടു എന്നുള്ളത് നമുക്കൊരു കോൺഫിഡൻസ് ആണ്. നല്ല പോസ്റ്റ് ഒപ്പീനിയനെ കൊണ്ട് അടിക്കാൻ പറ്റും. ഇവിടെ കണ്ടോ നിങ്ങൾ, വാച്ച്മാൻ എന്ന് പറയുന്ന ആ ഒരു പോസ്റ്റിൽ അന്ന് അഡ്വൈസ് മെമ്മോ വന്നതാ. അപ്പോ നിങ്ങളെ സംബന്ധിച്ചും ഇരുന്നിട്ട് കാല് നീട്ടാൻ നിങ്ങൾക്കൊരു പോസ്റ്റ് അത്യാവശ്യമാണ്. അപ്പോൾ ഈ വരുന്ന കമ്പനി LGSൽ എത്ര വലിയ റാങ്ക് ലിസ്റ്റുകൾ വരുമ്പോഴും അതിൽ ഒരെണ്ണം എനിക്കാവട്ടെ എന്ന ലെവലിൽ അരയും തലയും മുറുക്കി ഒരുങ്ങിക്കോ. SCRTയും പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറും എല്ലാം കൂടെ സെൽഫ് എഫേർട്ടും ഇട്ടുകൊണ്ട് പഠിച്ചാൽ നിങ്ങളുടെ റാങ്ക് വ്യത്യാസപ്പെടും. അപ്പൊ ഇത് പലർക്കും അറിയില്ല. കമ്പനി LGSന് ഇത്രയധികം നിയമനം നടക്കും, എല്ലാ ഡിഗ്രിക്കാർക്കും എഴുതാം. ആകെ ചോദിക്കുന്നത് 80 GKയും 20 മാത്സ് ആൻഡ് മെന്റൽ എബിലിറ്റിയാണ്. അപ്പൊ അവരുടെ ഒരു അറിവിലേക്ക് വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത് ഇങ്ങനെ ഒരു വീഡിയോയുമായിട്ട് വന്നത്. സോ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. സോ ഒരുങ്ങിക്കോ കമ്പനി LGS എന്ന പോസ്റ്റിലേക്ക്.